നമ്മളെ മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ ആദ്യം സൗപർണികയിൽ വന്ന് കുളിച്ചതിന് ശേഷം വേണം മൂകാംബികയിൽ ദർശനത്തിന് എത്താനാണ് ഐതിഹ്യം. ഭക്തിയുടെ സാന്നിധ്യങ്ങളെ സദാ ഉണർത്തുന്ന മൂകാംബിക ക്ഷേത്രം. ഇവിടേക്ക് എത്താൻ കുതിക്കാത്ത മനുഷ്യഹൃദയങ്ങളില്ല, ഭക്തഹൃദയങ്ങളില്ല. ഈ അമ്മയുടെ മടിത്തട്ടിലാണ് സകല അഭയവും എന്ന് തിരിച്ചറിയുന്നു ഓരോ ഭക്തരും. നമസ്തേ. ഇന്ന് അവിചാരിതമായി മൂകാംബിക ദേവിയെ ദർശിക്കാനായിട്ട് ഭാഗ്യം കിട്ടി. ദേവി വിളിച്ചപ്പോൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു വരവാണ്. ഒരുപാട് സന്തോഷം. ദേവിയെ കണ്ട് നല്ല രീതിയിൽ കാണാനും പ്രാർത്ഥിക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകർത്തി കാണിക്കുകയാണ്. എപ്പോൾ എത്തിയാലും നമുക്ക് സംശയമാണ് മൂകാംബികയിൽ എങ്ങനെയാണ് എപ്പോഴാണ് തൊഴേണ്ടത് എന്ന്. വിധിപ്രകാരം ഉള്ള ദർശനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ആദ്യം തന്നെ പാപപരിഹാരമാണ് വേണ്ടത്. അതിന് ചെയ്യേണ്ടത് സൗപർണിക നദിയിലുള്ള ഒരു പുണ്യസ്നാനമാണ്. അതിനുശേഷം കിഴക്കേ നടയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ബലമുറി ഗണപതിയെ തൊഴുത് അകത്തേക്ക് കടക്കാം. അതിനുശേഷം ദീപസ്തംഭത്തെ വണങ്ങി അതിന് തൊട്ടുപുറകിലായിരിക്കുന്ന ജഗദംബയെ തൊഴുത് പ്രദക്ഷിണം വച്ച് ചെറിയ ഗണപതിയെ തൊഴുത് ദേവിയുടെ പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ പുറകിൽ പടിഞ്ഞാറ ഭാഗത്ത് ശങ്കരാചാര്യ സ്ഥാനത്തെത്തി ആചാര്യവന്ദനവും ഗുരുവന്ദനവും നടത്തി നമുക്ക് പുറത്തേക്ക് കടക്കാം. ഉപദേവന്മാരായ സുബ്രഹ്മണ്യനെയും പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കിടരമണനെയും ദർശിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് വീരഭദ്ര ദർശനം നടത്തേണ്ടത്. വീരഭദ്രന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദർശനം പൂർണ്ണമായ അനുഗ്രഹങ്ങൾക്ക് ഉള്ളതാകണമെന്നും പൂർണ്ണമായും രക്ഷ നൽകണമെന്നും പ്രാർത്ഥിക്കണം എന്നതാണ് വിധി. അതുകഴിഞ്ഞാണ് സരസ്വതി മണ്ഡപത്തിൽ എത്തി വന്ദിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നത് വിദ്യാരംഭത്തിന് മുഹൂർത്തമോ ദിവസമോ നോക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. എന്നിരുന്നാലും ഏറ്റവും ഉചിതവും അമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരവുമായ ഒരു ദിവസമാണ് വിജയദശമി. സരസ്വതി മണ്ഡപത്തിൻ്റെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. കുറേ കുട്ടികൾ നൃത്തം, പഠനം എല്ലാ ഭാഗങ്ങളുമായിട്ട് ഇവിടെ പൂജകൾ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ മഹാചണ്ഡിക ഹോമം നടക്കുന്ന സ്ഥലമാണ്. ഹോമം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വൈകിട്ടായ കാരണം വലിയ തിരക്കൊന്നും ഇല്ല. ഇപ്പോൾ ഒരു പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നല്ലൊരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഉപദൈവങ്ങളായ സുബ്രഹ്മണ്യനെയും പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കിടരമണനെയും വീരഭദ്രനെയും കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് തന്നെ ദേവിക്ക് ചാർത്തിയ പട്ടുകൾ നമുക്ക് റെസീറ്റാക്കി വാങ്ങാവുന്നതാണ്. അതിനടുത്തു തന്നെയായി ഒരു നന്ദിയുടെ പ്രതിമയും താഴെ ഒരു ത്രിശൂലവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മഹാദേവൻ്റെ സാന്നിധ്യവും പ്രകടമാക്കുന്നു. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായ നെയ്വിളക്ക് സമർപ്പണം, അതിൻ്റെ ഒരു കൗണ്ടറിലേക്കാണ് ഇനി നമ്മൾ നടന്നെടുക്കുന്നത്. നമുക്ക് കൗണ്ടറിൽ നിന്ന് റെസീറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വന്ന് നെയ്വിളക്ക് വാങ്ങി ദേവിയെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദേവിക്ക് ആ നെയ്വിളക്ക് സമർപ്പിക്കാം. കർണാടക സംസ്ഥാനത്ത് ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ കൊല്ലൂർ മൂകാംബികാദേവി ക്ഷേത്രം. കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഭഗവതി ഭക്തരുടെയും ശാക്തേയ ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രമാണിത്. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. സ്വർണ്ണരഥം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യത്തെ പ്രദർശനത്തിലൂടെ സ്വർണ്ണരഥം കണ്ടിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല. ആ ഒരു തൊഴൽ കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കാരണം അത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമ്മുടെ പ്രസാദ കൗണ്ടറുകളാണ് വരുന്നത്. ഇവിടെ നമ്മൾ പൂജകൾ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്.
എന്തൊക്കെ വഴിപാടുകളുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മളുടെ അന്നദാനത്തിൻ്റെ കൗണ്ടറൊക്കെ വരുന്നത്, ഡൈനിങ് ഹാള്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് അന്നദാനത്തിൻ്റെ വലിയൊരു ഹോളൊക്കെ ഉണ്ട്. ദേവി എഴുന്നള്ളുന്ന വിശിഷ്ടമായ രഥമാണ്. സ്വർണ്ണരഥം നമുക്ക് ഇവിടെ കാണാനാകും. രഥത്തിൻ്റെ കാഴ്ച. ಉದಯಾಸ್ತಮಾನ ಇದ್ದವ್ರು ಮಾತ್ರ ಬಾಕಿ ಆಮೇಲೆ ಹಿಂದೋಗಿ ಸೈಡಿಗೆ
तैयार करते हैं देखो ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗ്രഹണ സമയത്ത് നട അടയ്ക്കാത്ത ഏക ക്ഷേത്രം എന്ന ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രദർശനം പൂർത്തിയായാൽ കുടജാദ്രി മലകളും സന്ദർശിക്കണമെന്നാണ് ഐതിഹ്യം. എങ്കിലേ ദർശനം പൂർത്തിയാവുകയുള്ളൂ.